നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ തിരിച്ചു ചെയ്യും, അത് നിനക്ക് താങ്ങാനാവില്ല. മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് നേരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭീഷണിയും വെല്ലുവിളിയുമാണിത്. തനിക്കും കുടുംബത്തിനുമെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും. കേസ് കോടതി വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി വീട്ടിൽ വരുമെന്നുമാണ് ഭീഷണി. അതേസമയം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് നീങ്ങുകയാണ്. അയോഗ്യത ആവശ്യപ്പെട്ട് LDF MLA-മാർ ഉടൻ പരാതി നൽകും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഒരു വശത്ത് ഈ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. LDF ഉടൻ അപേക്ഷ നൽകും. അതിനു മുന്നോടിയായിട്ട് അറിയേണ്ടത്, ഈ കേസിൽ, ഈ ബലാത്സംഗ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തെളിവുകൾ എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ചും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരുതരം വെല്ലുവിളിയുടെ, അല്ലെങ്കിൽ ഇല്ലാതാക്കുമെന്ന രീതിയിലുള്ള, തീർത്ത് കളയുമെന്ന രീതിയിലുള്ള ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് നേരെ ഉയർത്തിയത്. ഇത് കേസിൽ എത്രത്തോളം നിർണായകമാണ് ഈ തെളിവുകളൊക്കെ? പരാതി പുറത്തു പറയാതിരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഭീഷണിയാണ് ആദ്യത്തെ ഇരയുടെ കാര്യത്തിലും മൂന്നാമത്തെ പരാതി നൽകിയിരിക്കുന്ന ഇരയുടെ കാര്യത്തിലുമൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആദ്യം ശബ്ദ സന്ദേശമായി തന്നെ ആ ഭീഷണിയുടെ സ്വരം പുറത്തു വന്നതാണ്. പക്ഷേ ഈ പരാതിയിൽ വാട്സാപ്പ് ഈ ചാറ്റുകളാണ്, ഇൻസ്റ്റാഗ്രാം ചാറ്റുകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിനേക്കാൾ കൃത്യമായി, അതായത് ഇങ്ങനെയൊരു ഭീഷണി ഈ പരാതിക്കാരിയായ യുവതിക്ക് നേരിടേണ്ടി വന്നു എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അത് നേരത്തെ തന്നെ പരാതിക്കാരി ഈ പരാതി ഇമെയിലായി നൽകിയതിന് പിന്നാലെ അവരുടെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കൂടി അവർ കൈമാറിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയൊരു പരാതി താൻ ഉന്നയിച്ചേക്കുമെന്ന കാര്യം നവംബർ മാസത്തിൽ തന്നെ രാഹുലിനെ അറിയിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് രാഹുൽ കുടുംബത്തെ അടക്കം ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരം മുഴക്കിയത്. കുടുംബാംഗങ്ങൾക്കടക്കം അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന കൃത്യമായ വാക്കുകളാണ് ആ പരാമർശങ്ങളിലടക്കം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതായത് അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പരാതിക്കാരി മുമ്പോട്ട് വരാതിരിക്കാനുള്ള ഒരു കൃത്യമായ നീക്കമാണ് രാഹുൽ നടത്തിയത്. രാഹുലിന്റെ കൈവിലും ഈ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ആ ശബ്ദ സന്ദേശം മറയാക്കിയാണ് താൻ കോടതിയിൽ ഈ കേസെത്തിയാൽ എന്താകുമെന്ന് അറിയാമല്ലോ എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമൊക്കെ ഈ ചാറ്റിൽ നിറഞ്ഞിരിക്കുന്നത് എന്നാണ് വാദം. എന്തായാലും ഇങ്ങനെയൊരു പരാതിയുമായി അവർ ധൈര്യപൂർവ്വം രംഗത്ത് വരികയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഈ DNA പരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശത്തെ ഒരു ഏജൻസി അയച്ച ഇമെയിൽ സന്ദേശമുണ്ട്. അതിന് തിരികെ രാഹുൽ മറുപടി നൽകിയിരുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതടക്കം ഈ കേസിൽ നിർണായകമായി മാറും. അതായത് യുവതി വലിയ തരത്തിലുള്ള അധിക്ഷേപവും മാനസികമായ സമ്മർദ്ദവും നേരിടേണ്ടി വന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അവർ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം വലിയ വിമർശനം ഉയരുന്നത് മുൻ DGP സെൻകുമാർ അടക്കം ചില വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന്. ഒരുപക്ഷെ ഇത് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ, കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അന്വേഷണ സംഘത്തിന്, പോലീസിന് അത് തിരിച്ചടിയാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അതോ പഴുതടച്ചുള്ള നീക്കമായിരുന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? ആദ്യ രണ്ട് കേസുകളിൽ ഈ പരാതി നൽകുന്ന സമയത്ത് തന്നെ അത് വാർത്തയായി വരികയും അത് രാഹുലിന് നിയമപരമായി നിയമസഹായം തേടാൻ വഴി തുറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, ഒളിവിൽ പോകുന്ന സാഹചര്യം, അങ്ങനെ പോലീസിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന പശ്ചാത്തലം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മൂന്നാമത്തെ പരാതിയിൽ അങ്ങനെ രാഹുലിന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാകരുത് എന്ന കൃത്യമായ ബോധ്യത്തിൽ
ഇത്തരമൊരു നീക്കങ്ങളിലേക്ക് അതീവ രഹസ്യമായി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കടന്നത്. അങ്ങനെയാണ് അതീവ രഹസ്യമായി തന്നെ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന തരത്തിൽ ഈ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഈ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ കൃത്യമായി കൈവശം ലഭിച്ചതിന് ശേഷമാണ് വളരെ പെട്ടെന്നൊരു ആക്ഷനിലേക്ക് കടന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന. അത് കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കും. മാത്രമല്ല, ഈ 3 കേസുകളിലും ഒരേ സ്വഭാവത്തിലുള്ള ചില രീതികൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതടക്കം പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടായിരിക്കും രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ അത് ഇരകളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള ഒരു ശ്രമങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അത് തടയാനായി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ എതിർക്കുകയെന്നാണ് വിവരം. ഡാൻ, ഇവിടെ ടി പി സെൻകുമാർ മുൻ DGP ആണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ 3-ാം ദിനം ഈ പരാതിക്കാരെ വിളിച്ചു വരുത്തുന്നതിൻ്റെ പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ, അതായത് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയതെങ്കിൽ അതിന് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതി ഈ അതിജീവിത, അതായത് പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകണമെന്നുണ്ട്. ആ ഒപ്പിട്ട് നൽകിയോ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ടി പി സെൻകുമാർ മറ്റൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ, വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് ഈ വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക എന്ന് ടി പി സെൻകുമാർ ചോദിക്കുന്നു. അതായത് പോലീസിൻ്റെ ഭാഗത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ കേസിൽ ചില വീഴ്ചകൾ, അതായത് പോലീസിൻ്റെ നടപടികളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഈ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം, അതായത് കഴിഞ്ഞ ദിവസം വരെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മവിശ്വാസം ഈ പരാതിക്കാരികളായിട്ടുള്ള യുവതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ രാഹുലിൻ്റെ പക്കലുമുണ്ട്. അതായത് ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധമാണ്, അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ രാഹുലിൻ്റെ പക്കലുണ്ട്. സ്വാഭാവികമായി ഇത് കോടതിയിലെത്തുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും, ഈ കേസുകളെ മറികടക്കാൻ കഴിയും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം ഇതുകൊണ്ടൊക്കെ തന്നെയാകുമോ പ്രതിഭാഗവും പ്രകടിപ്പിക്കുന്നത്? അതായത് ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു സംഭവങ്ങളല്ല. ഈ 3 കേസുകളിലും വിവാഹ വാഗ്ദാനം നൽകി എന്നത് വസ്തുതയാണ്. അതിനുശേഷം കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടതും വസ്തുതയാണ്. ആദ്യത്തെ പരാതിയിലും 3ാമത്തെ പരാതിയിലുമാണ് ഗർഭചിത്രം നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അത്തരത്തിലുള്ള പരാതിയിൽ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പരാതിക്കാരിയുടെ കൈവശം അതിൻ്റെ തെളിവുകളുണ്ട് എന്ന് കൂടി അവർ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കം രാഹുൽ നടത്തുന്നത് അവർ തമ്മിലുള്ള സൗഹൃദത്തിലിരുന്ന സമയത്തെ ചാറ്റുകൾ അത് കൃത്യമായി കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ ആ സൗഹൃദത്തിലേക്ക് ആകുന്നതിൻ്റെ കാരണം അത് വിവാഹത്തിലേക്ക് നീളും എന്ന ഒരു വിശ്വാസത്തിലാണ് എന്നാണ് ഈ പരാതിക്കാരുടെ എല്ലാവരുടെയും ഒരേപോലെയുള്ള ആക്ഷേപം. അങ്ങനെ വിവാഹം കഴിക്കാമെന്ന ഉറപ്പിന്മേലാണ് രാഹുലുമായി അത്തരത്തിലൊരു ബന്ധം ഉണ്ടായതെന്ന് അവർ ഈ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ ഒരു കുഞ്ഞുകൂടി വേണം എന്ന ആവശ്യമാണ് രാഹുൽ മുമ്പോട്ട് വെച്ചതെന്ന് 2 പരാതിയിൽ ഒരുപോലെ പറയുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു ടാറ്റിക്സ് ആയിരുന്നു, വിശ്വാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. രാഹുലിന് ഈ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ പരാതിയുമായി രംഗത്തെത്തിയ യുവതികളോടൊരു ഫിസിക്കൽ ഒരു അട്രാക്ഷൻ മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അവരെ ജീവിതത്തിലേക്ക് ഒപ്പം ചേർക്കണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ 3 പേരും രാഹുലിനോട് അടുത്തത് രാഹുലും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് ചതിക്കപ്പെട്ടുവെന്ന കാര്യം അവർ തിരിച്ചറിയുകയും അവർ പരാതിയുമായി രംഗത്തെത്താൻ നിർബന്ധിതരായത് എന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. എന്തായാലും അത് സാധൂകരിക്കുന്ന തെളിവുകൾ കൈവശമുണ്ട് എന്നും ഹൈക്കോടതിയിൽ ഈ ആദ്യത്തെ പരാതിക്കാരി തന്നെ കക്ഷി ചേർന്നിരിക്കുകയും തൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷമേ ജാമ്യാപേക്ഷയിൽ വിധി പറയാവൂ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാവൂ എന്ന് കോടതി അറിയിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 2 ആഴ്ച സാവകാശം നൽകിയതും 21-ലേക്ക് കേസ് മാറ്റുകയും ചെയ്തത്. അതിനിടയിലാണ് 3ാമത്തെ പരാതി വരികയും വളരെ വിദഗ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് റിമാൻഡിലാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന്
കസ്റ്റഡി അപേക്ഷയായിരിക്കും കോടതി പരിഗണിക്കുക. ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ചില ദിവസങ്ങൾ കൂടി എടുക്കും. അതായത് കസ്റ്റഡി അപേക്ഷയ്ക്ക് പരിഗണിച്ചതിന് ശേഷമേ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ അതിൽ വാദങ്ങളടക്കം പിന്നീട് മാത്രമേ നടക്കുകയുള്ളൂ. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ തന്നെയാണ് സാധ്യതയെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്.